ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വിസ്ബറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ല ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള ഒരു വാൻസ്ട്രോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വാൻസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് ഉണ്ടാക്കി കഴിച്ചാൽ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. ആദ്യം തന്നെ ഞാൻ 2 കേക്ക് മോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 kg കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 എണ്ണം 6 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് മൈദ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്യാം. അത്രയും മതി. നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മോൾഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രവും അതുപോലെ തന്നെ ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നല്ല പോലെ ഇതങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. അതായത് നമ്മുടെ മൈദയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലാണ് നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മളിത് വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമല്ല, ഒരുമിച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട്. അപ്പോൾ ഏകദേശം 1 കപ്പ് വരുന്ന രൂപത്തിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ബീറ്റർ കൊണ്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു ഫോർക്ക്, ഏതായാലും കുഴപ്പമില്ല. നല്ല പോലെ ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും മുട്ടയൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കളർ ചേഞ്ച് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് നമ്മൾ ബീറ്റ് ചെയ്യരുത് ഓയിൽ ഒഴിച്ചതിന് ശേഷം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ചായിട്ട് ഇതിലിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ബാച്ചായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. പിന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ചെയ്യുന്നത്. അതായത് ഓവർ മിക്സ് ചെയ്യാതെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ബാക്കിയുള്ള ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മോൾഡിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ബാറ്ററിലേക്ക് നമ്മൾ ഇനി സ്ട്രോബെറി മിക്സ്, ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എസൻസ് യൂസ് ചെയ്യണമെങ്കിൽ എസൻസ് യൂസ് ചെയ്യാം. ഞാനിവിടെ എസൻസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കളറും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇത് കളറും അതുപോലെ തന്നെ ഫ്ലേവറും കൂടി വരുന്നതാണ് നമ്മുടെ ഈ സ്ട്രോബെറി മിക്സ്. ഇതൊരു ടീസ്പൂണാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതും നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് ഇതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ കുക്കായി വരും. ഓരോരുത്തരുടെ ഓവനനുസരിച്ച് ബേക്കിംഗ് ടൈമും അതുപോലെ തന്നെ ഡിഗ്രിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഗ്യാസ് സ്റ്റോപ്പിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം, നല്ല സിമ്മിലിട്ടിട്ട്. എന്നിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി.
അപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് വരെ മാക്സിമം ആവും. അപ്പോഴേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് രണ്ടും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി നമ്മൾ ചെയ്യരുത്. നേരിയതായിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ വിടിയിക്കേണ്ട, മുഴുവനായിട്ട് വിടിയിക്കുന്നത് ചൂട് മുഴുവൻ ആറിയതിന് ശേഷം മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിരിക്കണം. അപ്പോൾ ഞാൻ ദേ ഐസിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു ടേൺ ടേബിളാണ് കേട്ടോ ഇത് ഹൈറ്റ് ഇല്ലാത്ത ടൈപ്പ് ടേൺ ടേബിളാണ്. അപ്പോൾ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ട് മേടിച്ചതാണ്. ഇതിന് ഏകദേശം ഒരു 280 രൂപയാണ് പ്രൈസ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഭംഗി കണ്ട് മേടിച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ മേടിച്ചിട്ട് 3-4 മാസമായി, 3-5 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. ഇതിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ നല്ല ഉപയോഗിക്കാനും കുഴപ്പമില്ല കേട്ടോ. നല്ല സ്പീഡിലൊക്കെ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ കേക്ക് മുറിക്കുന്നതൊന്നും കാണിച്ചില്ല, നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ദേ 2 ഭാഗമായിട്ടാണ് ഓരോ കേക്കും മുറിച്ചിട്ടുള്ളത്. കത്തി വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടോളായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ 6 ഇഞ്ച് കേക്കിന് ഞാനൊരു 8 ഇഞ്ചിൻ്റെ ബേസാണ് എടുക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് ടോൾ കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒരു ഭംഗിയിൽ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ 10 ഇഞ്ചിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്രീം അടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, മുൻപത്തെ വീഡിയോസിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിൽ എളുപ്പത്തിന് വേണ്ടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്രീം നമുക്കൊന്ന് ബേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ അങ്ങ് വെച്ച് കൊടുക്കാം. ആദ്യം വെക്കുന്നത് നമ്മുടെ സ്ട്രോബെറി ലെയറാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നനച്ച് കൊടുക്കണം ഷുഗർ സിറപ്പ് കൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെറുതെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പഞ്ചസാരയും വെള്ളവും മാത്രമേ ഇന്ന് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഐസിങ് ചെയ്യാം. അതായത് നമ്മുടെ നേരത്തെ നിറച്ച് വെച്ച ക്രീമിൽ നിന്നും കുറച്ചങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവലാവാനായിട്ട് ഞാനൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്രീം. ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ഇത് റെഡിമെയ്ഡായിട്ട് മേടിച്ച ക്രഷാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാനും സാധിക്കും. ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്രീമിൽ മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. വാനില ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ക്രീമൊക്കെ ശരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യം പോലെ എന്തൊക്കെ വേണമെങ്കിലും നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ അടുത്ത ലെയർ വെക്കുന്നത് സ്ട്രോബെറി ആണ്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് കൊണ്ട്. അതുപോലെ തന്നെ ക്രീമും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലോണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ കേക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് ഇത് ക്രഞ്ചി ഫീലിംഗ് ആണ് കിട്ടുക. നമ്മൾ തണുപ്പിച്ചിട്ടാണല്ലോ കേക്ക് ഉപയോഗിക്കുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് ചോക്കോ ചിപ്സ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ലെയർ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വാനില ലെയർ ആണ് കേട്ടോ ലാസ്റ്റ് ലെയർ. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിതങ്ങ് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡ്സിലും നമ്മൾ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സൈഡിലും ക്രീമാക്കുന്നത്. എന്നിട്ട് നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡുകളിലും ഞാൻ ദേ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുകയാണ്. പിന്നെ അതുപോലെ തന്നെ വല്ല ഹോൾസൊക്കെ നമ്മുടെ കേക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ക്രീം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് നമ്മുടെ കേക്കിന് കിട്ടും. ബിഗിനേഴ്സിനൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ക്രീം ഇതിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡുകളിലും ഞാൻ കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. പാലറ്റ് നൈഫ് കൊണ്ട് തന്നെയാണ് ഞാൻ ക്രീമൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. സൈഡും അതുപോലെ തന്നെ മുകൾ ഭാഗവും നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഓടിച്ചാൽ മതി. എന്നിട്ട് അത് തുടച്ചതിന് ശേഷം മാത്രം അടുത്ത പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ടിഷ്യൂയോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും കരുതി വെച്ചിട്ട് വേണം നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട്. സൈഡിലൊക്കെ ഉള്ളത് നമുക്കിങ്ങ് എടുക്കാം. ഒരു 90 ഡിഗ്രിയിൽ ചെരിച്ച് വേണം നമ്മൾ പാലറ്റ് നൈഫ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഐസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എത്ര കൂടുതൽ ടൈം വെക്കുന്നോ അത്ര നല്ലതാണ്, കുഴപ്പമില്ല. നമുക്കിത്
ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ടൈം ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി മിക്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗനാഷുമാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. വൈറ്റിൽ നിന്നും കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് അതിലാണ് സ്ട്രോബെറി മിക്സ് ചെയ്തിട്ടുള്ളത്. ഗനാഷിൻ്റെ റെസിപ്പി മുൻപ് ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നേരെ ചൂടോടുകൂടിയിട്ട് നമ്മുടെ നല്ല തണുത്ത കേക്കിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളിപ്പോൾ വൈറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ടിഷ്യൂ കൊണ്ട് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ കേക്ക് പുറത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി മിക്സ് ആഡ് ചെയ്തിട്ടുള്ള ഗണാഷ് ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഈ കാണുന്ന പോലെ ഒന്ന് ഡിസൈൻ ചെയ്യാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്യാം. ഞാൻ ദേ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണിത്. നമ്മൾ വാൻജോയ്ക്ക് ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പോർഷനിലും നമ്മുടെ ആ ഒരു സ്ട്രോബെറി ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കേക്കിന് നല്ല ഭംഗിയുമായിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. അടുത്തതായി ഞാൻ കുറച്ച് ക്രീം ഒരു നോസിലിൽ ഇട്ടിട്ടുണ്ട്. നോറിൻ്റെ N2 ആണ് നോസിൽ. അതിൽ ഡബിൾ കളറായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ക്രീമിൽ ഒരു പിങ്കും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഡിസൈനിങ് ഒക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാട്ടോ. അപ്പോൾ കേക്ക് കുറച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. സ്മോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഹെവി ഡിസൈൻ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കേക്ക് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഐസിങ് ചെയ്തതിന് ശേഷം ഗണാഷൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലാണ് ഇത് നല്ലപോലെ സെറ്റായി കിട്ടുകയുള്ളൂ. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ കേക്കിൽ ശരിക്കും സെറ്റായി വരണമെങ്കിൽ 3-4 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല ടോളായിട്ടുള്ള കേക്കാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ അടിപൊളിയാണ്. ഇനി കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. കണ്ട, ഇതിൻ്റെ ലെയേഴ്സ് കാണുന്നില്ലേ? എന്തൊരു ഭംഗിയാലേ കാണാൻ. പിങ്ക് ലെയർ, പിന്നെ വൈറ്റ് ലെയർ, അതുപോലെ തന്നെ മുകളിലത്തെ ആ ചോക്ലേറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാനൊരു പീസ് എടുത്ത് തിന്ന് നോക്കുകയാണ്. യമ്മി കേക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇത് തിന്ന് നോക്കിയാൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു രുചി അറിയുള്ളൂ. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബറി.